1995 ആഗസ്റ്റ് 10 ബ്രോൺലാഷ്, ജർമ്മനി. ജ്ഞാനദളം 9. കുറ്റപ്പെടുത്തലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുക? വേദന, അസന്തുഷ്ടി, സങ്കടം, ഭാരം, ഇവ എന്തെങ്കിലും തോന്നും. ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ സാധാരണയായി എന്താണ് ചെയ്യുക? ഒന്നുകിൽ നിങ്ങൾ അവരെ തിരിച്ചു കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിൽ ചെറുക്കും. എന്തിനെയാണോ നിങ്ങൾ ചെറുക്കുന്നത് അത് നിലനിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പുറമേക്ക് പ്രതികരിച്ചില്ലെന്ന് വരാം, പക്ഷേ ഉള്ളിൽ ചെറുത്തുകൊണ്ടിരിക്കുന്നു. ചെറുത്തു നിൽക്കൽ പ്രകടമാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലാഘവം അനുഭവപ്പെടും. നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് അജ്ഞത കൊണ്ടോ തെറ്റായ ധാരണ കൊണ്ടോ അസൂയ കൊണ്ടോ ആകാം. ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എടുത്തു കളയുകയാണ് എന്ന ഒരു പഴയ വിശ്വാസമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെയാകും. ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിനെ നിങ്ങൾ ചെറുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചീത്ത കർമ്മങ്ങൾ എടുക്കാൻ അവരെ സമ്മതിക്കുന്നില്ല എന്നാണ് അർത്ഥം. മറ്റുള്ളവരെ പറ്റി ആളുകൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയരുത്. അവർ പറഞ്ഞത് വിശ്വസിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അരുത്. മാത്രമല്ല, ആരെങ്കിലും നിങ്ങളെ നേരിട്ട് കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതും വിശ്വസിക്കരുത്. നിങ്ങളുടെ ചീത്ത കർമ്മം അവർ എടുത്തു കളയാണെന്നറിഞ്ഞ് അത് വിട്ടുകളയൂ. ആരെയെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവരുടെ ദുഷ്കർമ്മങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ആരെയെങ്കിലും സ്തുതിക്കുമ്പോഴാകട്ടെ അവരുടെ സത്കർമ്മങ്ങളാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ ഈശ്വരന് സമർപ്പിച്ച് സ്വതന്ത്രരാകൂ. അജ്ഞതയുള്ള ആൾ എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്നു. ആത്മജ്ഞാനിയും എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം എന്നതുകൊണ്ട്. ജയ് ഗുരുദേവ്.